വായന നടക്കുന്നുണ്ട്. പക്ഷേ പിന്നെ വന്നൊരു വിടവ് അല്ലെങ്കിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു സാധനം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിൻ്റെ ഏറ്റവും ഘനഗാംഭീര്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും ആഴത്തിലുള്ള കൃതികൾ വായിക്കാൻ ആളില്ല. വായിക്കുന്ന ആളുകൾ ഇപ്പോഴും മാഷ് പറഞ്ഞതുപോലെ ഒരുപാട് കുട്ടികൾ വായിക്കുന്നു, ഒരുപാട് ആളുകൾ കടന്നു വരുന്നു, സോഷ്യൽ മീഡിയകൾ അതിന് വലിയ പ്രചോദനമായി മാറുന്നു, റീലുകൾ അതിനുള്ള വഴിവിളക്കായി മാറുന്നു. അപ്പോൾ ആളുകൾ ഒരുപാട് കടന്നു വന്ന് ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് രൂപപ്പെടുന്നു, അങ്ങനത്തെ ചില പുസ്തകങ്ങൾ മാത്രം വായിക്കപ്പെടുന്നു. അതിനോട് മാഷ് എങ്ങനെ നോക്കിക്കാണുന്നു? അത് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ കൾച്ചർ രൂപപ്പെട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു 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 വ്യത്യാസമാണ്, അല്ലെങ്കിൽ അതൊരു പ്രവണതയാണെന്ന് പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ പി കേശവദേവൻ്റെ കഥകളൊക്കെ വായിച്ചാൽ അതിൽ എഴുത്തുകാർ കഥാപാത്രങ്ങളായിട്ട് വരാറുണ്ട്. എഴുത്തുകാർ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആ കഥകളിലൊന്നും എഴുത്തുകാരനൊരു ഗതിയില്ലാത്ത ആളാണ്. എഴുത്തുകാരൻ ഇങ്ങനെ എവിടെയെങ്കിലും പോയിരുന്ന് എഴുതുന്നു, അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല. ബഷീറിൻ്റെ കഥയിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ എഴുത്തുകാരൻ പട്ടിണി കിടക്കുന്നതിനെ കുറിച്ചിട്ടുണ്ടല്ലോ. അത് അന്നത്തെ ഒരു കാലത്തെ ഒരു എഴുത്തിന് വേണ്ടിയിട്ട് മാറിയിരിക്കുന്ന ഒരാൾ, എഴുത്തുകാരന് സമൂഹത്തിൽ അങ്ങനെ വലിയ ആ തരത്തിലുള്ള വലിയ അംഗീകാരമൊന്നും ഇല്ലാതിരുന്ന കാലം. അതേസമയം തന്നെ എഴുത്തിന് വലിയ കാര്യമെന്ന് പലരും കരുതുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ട് സൊസൈറ്റി മാറി വന്ന് ഇപ്പോൾ മോഡേൺ പുതിയ കാലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പുതിയ ഫെസിലിറ്റീസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ സ്നോബിഷ് ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടെ ഇത് മാറി എന്നുള്ളതാണ് ഒരു എഴുത്തെന്നുള്ള ഇപ്പോൾ ഞാനൊരു പുസ്തകം എഴുതുന്നു, ഞാനൊരു പ്രകാശനം സംഘടിപ്പിക്കുന്നു, അതിലേക്ക് എല്ലാവരും വിളിക്കുന്നു, അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ആ രീതിയിലേക്കുള്ള ഈ നമ്മുടെ ഒരു സ്നോബറിയുടെ ഭാഗമായിട്ട്, ഒരു പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞില്ലേ, ഇത് വായന ഒരു ആർട്ടായിട്ട് കാണുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മളതിനകത്ത് ശരിക്കും നമ്മളൊരു പെയിൻറ്റിങ് കാണുകയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് പെയിൻറ്റിങ്ങിൻ്റെ മുന്നിൽ മണിക്കൂറോളം ചിലവഴിക്കും. ഒരു പെയിൻറ്റിങ് നമ്മൾ ആസ്വദിക്കുന്നത് അങ്ങനെയാണ്. അതൊരു ദിവസമല്ല, പല ദിവസങ്ങളിലായിട്ട് ഒരേ പെയിൻറ്റിങ് തന്നെ നമ്മൾ കാണുകയും അങ്ങനെയാണ് ഒരു പെയിൻറ്റിങ്ങിനെ ഒരാൾ ആസ്വദിക്കുന്നത്. അതിൽ പരമാവധി സമയം അതിന് വേണ്ടിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു ചിത്രത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ ചിത്രം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. വായനയിലും അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു നല്ല പുസ്തകം വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിലെ വളരെ വിലപിടിപ്പുള്ള കുറച്ച് സമയം അതിനകത്ത് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്, കുറച്ച് അതിനുവേണ്ടി ചിലവാക്കുക ചെയ്യുന്നത്. അതിന് ആ ഒരു കൾച്ചർ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ അത് വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ. കാരണം ആ ഒരു കൾച്ചറും നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ഒരു വളരെ പോപ്പുലർ കൾച്ചറും തമ്മിലൊരു ഫൈറ്റ് വലുതായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിപ്പോൾ എത്ര പുസ്തകം വായനക്കാരെ തന്നെ കണ്ടിട്ടില്ലേ. ഇപ്പം ഞാൻ ഒരു വർഷം വായിച്ച പുസ്തകങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഒരു 100 പുസ്തകം, 200 പുസ്തകം, 400 പുസ്തകമൊക്കെ ലിസ്റ്റ് ഇടുന്ന ആളുകളുണ്ട്, ഒരു വർഷം വായിച്ച പുസ്തകം എന്നുള്ളത്. ഒരു മനുഷ്യന് 400 പുസ്തകം ഒരു വർഷം വായിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല വായിക്കാൻ പറ്റുമെന്ന്. ഒരു വായനക്കാരന് പറ്റത്തില്ല, വേറെ ആർക്കെങ്കിലും പറ്റും. ഒരു വായനക്കാരന് ഒരിക്കലും 400 പുസ്തകം ഒരു വർഷം വായിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആ ജോലി മാത്രമായിട്ടിരുന്നാൽ പോലും ഒരു പുസ്തകം വായിക്കാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം ആ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ ഒരു പുസ്തകം നന്നായി വായിക്കുന്ന ഒരാൾ ആ പുസ്തകം വായിച്ചാലും കുറേ സമയം ആ പുസ്തകത്തിൽ ചിലവഴിക്കും. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ആ ഒരു പുസ്തകം വായിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരിത്. നമ്മൾ കുറേ ചീത്ത പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നു എന്ന് കരുതിയാൽ പോലും ഒരാൾ 100 പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അയാൾ ശരിക്കും ചെയ്യേണ്ടത് ഇതാ, വായിച്ചു നമ്മളങ്ങ് സങ്കല്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുക. അയാൾ 100 പുസ്തകങ്ങളിൽ ലിസ്റ്റ് ഇടുകയല്ല ചെയ്യേണ്ടത്. അയാൾ 100 പുസ്തകത്തിൽ നിന്ന് അയാൾ തിരഞ്ഞെടുത്ത ഒരു 4-5 പുസ്തകങ്ങൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ശരിയായ പ്രവൃത്തിയായിരിക്കും. നമ്മുടെ ഒരാൾ വായിച്ച മൊത്തം പുസ്തകത്തിൻ്റെ എണ്ണം അയാൾ വായനക്കാരനാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കൾച്ചർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഉന്നയിച്ച പ്രശ്നം. അത് ശരിയാണ്, അതുള്ളതാണ്. ഈ ഒരു ഫൈറ്റ് ഇപ്പം വളരെ എവിഡൻ്റാണെന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ലിറ്റററി ഫിക്ഷനും പോപ്പുലർ ഫിക്ഷനും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് ഇല്ലാതായി. ഒരു ബുക്ക് ലിറ്റററി ഫിക്ഷനാണോ പോപ്പുലർ ഫിക്ഷനാണോ എന്ന് നേരത്തെ കൃത്യമായിട്ട് തിരിച്ചറിയാമായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായ ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ വാങ്ങി വായിക്കുന്ന പുസ്തകമാണ് ലിറ്റററി ഫിക്ഷനായിട്ട് ആളുകൾ കരുതുന്നത്, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പം ഒരാൾ വായനക്കാരനാണെന്ന് നമ്മളോട് പറയുമ്പോൾ അത് അയാളുടെ ഒരു ഷോ ബിസിനസ്സിൻ്റെ ഭാഗം കൂടെ ആയി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ വായിച്ച പുസ്തകം നമ്മൾ പുസ്തകത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൊരു പടം ഇടുന്നതോടുകൂടി ഒരാളുടെ വായനക്കാരൻ എന്നുള്ള രീതിയിൽ ഒരാളുടെ പ്രവൃത്തി അവസാനിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നത് എന്നുള്ളത്. ഒരു ശരിക്കുള്ള ഒരു യഥാർത്ഥ വായനക്കാരനെ സംബന്ധിച്ചുള്ള ഇത്
അയാളങ്ങനെ അങ്ങനെ പിന്നെ ഈ ഈ ഒരു ഈ ഒരു എക്സിബിഷനിസം എന്നുള്ള സംഗതി അല്ലെങ്കിൽ ഈ ഒരു പ്രദർശനപരത എന്നുള്ളത് ഈ സമൂഹ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ശീലമാണ്. ശീലമാണ്. അതിലേക്ക് പോയി ഇപ്പോൾ എഴുത്തുകാരനോടും പറയാണ് നിങ്ങളുടെ പുസ്തകം നിങ്ങൾ പ്രദർശിപ്പിക്കുക, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക സോഷ്യൽ മീഡിയയിലൂടെ എന്ന് എഴുത്തുകാരനോട് ആവശ്യപ്പെടുകയാണ്. എഴുത്തുകാരന് forced ആവുക. എഴുത്തുകാരന് ഫോഴ്സ്ഡ് ആവുകയാണ്. മുതിർന്ന എഴുത്തുകാർ പോലും അങ്ങനെ ചെയ്യണം. ഇപ്പം എം മുകുന്ദനെ പോലെ വളരെ സീനിയറായ ഒരു എഴുത്തുകാരൻ, ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള എഴുത്തുകാരിൽ ഒരാളാണ്. ഒരു പുതിയ എഴുത്തുകാരനല്ല, വളരെ സീനിയറായി. ഇപ്പോൾ എം മുകുന്ദൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ആ മനുഷ്യൻ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പുസ്തകം ഇറങ്ങുമ്പോൾ അദ്ദേഹം അത് പ്രൊമോട്ട് ചെയ്യാൻ നിർബന്ധിതനായി തീരുകയാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടിട്ട് എൻ്റെ പുതിയ പുസ്തകം ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഷെയർ ചെയ്യണമെന്നൊക്കെ ആളുകളോട് അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു അത്തരത്തിലൊരു റീഡിങ് കൾച്ചർ മാറിയിട്ടുണ്ട്. ഇതിൽ പിന്നെ ആശ്വാസകരമായി എല്ലാവരും ഉന്നയിക്കുന്ന ഒരു കാര്യം, ഒരു കാലത്ത് ഇങ്ങനെയുള്ള ഒരു സാഹിത്യം കുറെ മുമ്പും നിലനിന്നിരുന്നു. ഇപ്പോൾ ബാറ്റൺ ബോസ്, കോട്ടയം പുഷ്പനാഥ്, അങ്ങനെ വായനകളിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയായിരിക്കും വായനയുടെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നത്. അതിൽ ഒരു ശരിയുണ്ടോ? അത് ഒരു അങ്ങനെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരാൾ അതായത് ഒരു പോപ്പുലർ ഫിക്ഷൻ വായിക്കുന്നത് ഒരു കുറ്റമൊന്നുമല്ല. പക്ഷേ പോപ്പുലർ ഫിക്ഷൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്പേസും ഒരു സ്ഥാനമുണ്ട്. ഒരാൾക്ക് അതിലൂടെ വരാം. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഒരാൾ അവിടെ തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരു ചെറുപ്പക്കാരൻ പോപ്പുലർ ഫിക്ഷൻ വായിച്ചു തുടങ്ങിയ ചെറുപ്പക്കാരനെ നമ്മൾ കാണുകയാണ്. 2 കൊല്ലം കഴിഞ്ഞ് കാണുമ്പോഴും അയാൾ അത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരാളൊരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു പോപ്പുലർ ഫിക്ഷൻ വായിക്കുന്നുവെങ്കിൽ പ്രശ്നമില്ല. കാരണം അയാളുടെ വായന തുടങ്ങുകയാണ് അയാൾ. അല്ലെങ്കിൽ പിന്നെ ഒരു നവവായനക്കാരൻ അയാൾക്ക് വായനയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അയാളൊരു ഇത്തരത്തിലുള്ള ഒരു സിമ്പിൾ ഇതൊരു ട്രാഷ് ലിറ്ററേച്ചർ അങ്ങനെ എന്തെങ്കിലും സാധനം വായിക്കുന്നതിൽ അത് തെറ്റൊന്നുമില്ല. കാരണം ആ ലിറ്ററേച്ചറിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അത് എഴുതുന്ന ആളുകൾക്കുണ്ടൊരു സ്പേസ്. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മാറിപ്പോരെന്നുള്ളതാണ്. ഒരാൾ ജീവിതകാലം മുഴുവൻ ട്രാഷ് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിൽ അയാളുടെ ഒരു കൾച്ചറൽ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. അതായത് ആ ഒരു ആർട്ടെന്നുള്ള രീതിയിൽ വായനയ്ക്ക് അസ്തിത്വമില്ലാതായി പോകും അതോടുകൂടി എന്നുള്ളതാണ്. ഇത് വായിക്കുന്ന ഒരാൾ 1 പുസ്തകം വായിച്ച് 2 പുസ്തകം വായിച്ച് 3ാമത്തെ പുസ്തകമൊക്കെ ആകുമ്പോഴത്തേക്ക് അയാൾക്ക് തന്നെ തോന്നണം എനിക്കിത് പോരല്ലോ, ഞാൻ ഇതിനേക്കാൾ നല്ല പുസ്തകം വായിക്കണമെങ്കിൽ ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് പോകണം. അങ്ങനെ പ്രോഗ്രസീവായിട്ട് പോകുന്ന ഒരു വായന നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഇതിൽ സ്വാഭാവികമായിട്ടും വായനക്കാരുടെ ഭാഗത്തുനിന്ന് അവർ ചിന്തിക്കുമ്പോൾ ആലോചിക്കാം, മാഷ് പറഞ്ഞതുപോലെ ഒരു വായനക്കാരനായി മാറുന്നതിൽ നിന്ന് ലഭിക്കുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ഒരു ആത്മപരിശോധന നടത്തണമെങ്കിൽ നമുക്കത് എന്തൊക്കെയാണ് എന്നുള്ളൊരു നല്ല വായനക്കാരനിൽ നിന്ന് അറിയാൻ കഴിയുന്നത് നന്നാവും തോന്നുന്നു. അപ്പോൾ ഒരു വായനക്കാരൻ എന്നതിലൂടെ നമ്മൾ സഞ്ചരിച്ചെത്തുന്ന ലക്ഷ്യങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ ആയേക്കാം എന്ന് പറയാൻ പറ്റുന്ന ആത്മപരിശോധന ചെയ്യണമെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഒരു ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ നമ്മളൊരു എഴുത്തുകാരൻ്റെ കൂടെ ആയിരിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ വായിച്ച ഒരു എഴുത്തുകാരൻ പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ വായിച്ചുകൊണ്ടിരിക്കുന്നില്ല. നമ്മൾ ആ ചെറിയ പ്രായത്തിൽ വായിച്ച് അത് കഴിഞ്ഞ് വിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കവി എന്ന് പറഞ്ഞാൽ ONV കുറുപ്പായിരുന്നു. ONV കുറുപ്പിൻ്റെ പാട്ടുകൾ കേൾക്കുക, ONV കുറുപ്പിൻ്റെ കവിത വായിക്കുക. ഞാൻ ആദ്യം വാങ്ങിയ പുസ്തകങ്ങളിലൊന്നും ONV കുറുപ്പിൻ്റെ കവിതാ സമാഹാരമാണ് ഞാൻ വില കൊടുത്ത് വാങ്ങിയ പുസ്തകങ്ങൾ. പക്ഷേ അത് നമ്മുടെ ഒരു കവിതയിലേക്കുള്ള നമ്മുടെ ഒരു പ്രവേശനമാണ് ശരിക്കും. അതൊരു ഇതാണ്. പക്ഷേ ഞാനൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ONV വാങ്ങിക്കുന്നത് നിർത്തി എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്യേണ്ടി വരും. നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ അത് നമ്മൾ കുറച്ചങ്ങ് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വയം മനസ്സിലാവും അതിനേക്കാൾ മികച്ചൊരു പുസ്തകം നമ്മുടെ മുന്നിലേക്ക് വരണം. അവിടെയാണ് ഇപ്പോൾ ONVയേക്കാൾ മികച്ചൊരു കവി നമ്മുടെ മുന്നിലേക്ക് വരണം. അത് കണ്ടെത്തലാണ് പ്രധാനം എന്നുള്ളത്. ആ ഒരു കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളിപ്പോൾ OVJ നമ്മൾ വായിക്കുകയാണെങ്കിൽ OVJനേക്കാൾ മികച്ചൊരു എഴുത്തുകാരനെ കണ്ടെത്തുമ്പോൾ നമ്മൾ അടുത്ത ആളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ നമ്മളത് പ്രയോഗിക്കുമ്പോഴാണ് ഒരാൾ പാടിപ്പാടി നന്നാകുന്നത് പോലെ സ്ഥിരമായിട്ട് പാടി പരിശീലിച്ച് ആണല്ലോ അയാൾ സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ കുറേ നാൾ ഇതിനകത്ത് വായനക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ പഴകി കഴിയുമ്പോൾ നമുക്ക് ഓരോ വ്യക്തിക്കും അയാളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ നമ്മൾ ഫിക്ഷൻ വായന, ഞാൻ കുറേ കാലം ഫിക്ഷൻ വായിക്കാതിരുന്നിട്ടുണ്ട്, ഒരു 4-5 വർഷം തീരെ വായിച്ചിട്ടില്ല. അത് കഥയോ കവിതയൊന്നും തീരെ വായിച്ചിട്ടില്ല. കാരണം എന്തായിരുന്നു?
കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് തോന്നിയത് വായിച്ചിട്ട് വലിയ കാര്യമില്ല എന്ന് എനിക്ക് അന്നേരം തോന്നി. ഇതെന്തിനാണ് വായിക്കുന്നത്? ഞാൻ ഇങ്ങനെ ഒരു ആത്മപരിശോധന നടത്തി ആ സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തിനാണ് വായിക്കുന്നത്, ഇത് വായിച്ചിട്ട് എന്താ കാര്യം, ഇതിൽ നിന്ന് എനിക്ക് എന്താ കിട്ടുന്നത് എന്നൊക്കെ ഞാനങ്ങ് വിചാരിക്കുകയാണ് ആ സമയത്ത്. എന്നിട്ട് ഞാൻ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, മിഡീവൽ ഹിസ്റ്ററി, പിന്നെ അങ്ങനെ കുറച്ച് റിലീജിയനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കുറേ പഠനങ്ങൾ, ഇന്ത്യയുടെ മിഡീവൽ ഹിസ്റ്ററി, മുഗൾ ചരിത്രം, അങ്ങനെ സാധനങ്ങൾ, അങ്ങനത്തെ പുസ്തകങ്ങൾ, ഇപ്പം 19th സെഞ്ച്വറി ഹിസ്റ്ററി, അങ്ങനത്തെ പുസ്തകങ്ങൾ, അങ്ങനത്തെ കുറേ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങൾ, കൾച്ചറൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറേ സംഗതികൾ ആ സമയത്ത് ഞാൻ അത്തരം പുസ്തകങ്ങൾ വായിക്കുകയും അതുപോലുള്ള കുറേ അതുപോലെയൊക്കെ അതിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ച് എഴുതാനും ഒക്കെ ഞാനൊരു ശ്രമം നടത്തിയത്. ഞാൻ ആദ്യമൊക്കെ ചെയ്ത റിവ്യൂസൊക്കെ, ബുക്ക് റിവ്യൂസൊക്കെ ചെയ്തു തുടങ്ങിയത് ആദ്യം അത്തരം പുസ്തകങ്ങളെക്കുറിച്ചാണ്. പിന്നീടാണ് നമ്മളൊരു മിസ്സിങ് തോന്നുവാണ് കുറച്ചങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ. ആ മിസ്സിങ് ആണ് ശരിക്കും ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നമുക്ക് എന്തോ ഒന്ന് മിസ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ കുറച്ചാളിങ്ങനെ വിട്ട് നിന്ന് കഴിയുമ്പോൾ നമുക്കെന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് തോന്നും. നമ്മുടെ ഒരു പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുവാണ്. അങ്ങനെ ഒരു തോന്നലാണ്. അപ്പോൾ ആ കുറവ് ഇതായിരുന്നു. ഒരു കവിതയുടെ കുറവുണ്ട്, ഒരു കഥയുടെ കുറവുണ്ട്, ഒരു കഥ പറയാനുള്ള അങ്ങനെയുള്ള ആ കഥ കേൾക്കാനുള്ള ഒരാഗ്രഹം, പറയാനുള്ളൊരാഗ്രഹം. അപ്പം അങ്ങനെയാണെന്ന് ഞാൻ ആ ഒരു 3-4 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം ഞാൻ തിരിച്ചു വരുന്നത്. ഇതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഒരു ദിവസം വായന നിർത്തണമെന്ന് തോന്നി നമ്മൾ നിർത്തണം. നിർത്തി കഴിയുമ്പോൾ നമ്മൾ വേറൊരു അവസ്ഥയിലേക്ക് പോവുകയാണല്ലോ. നമ്മുടെ ഒരു ആത്മാവിനെ നമ്മളൊരു കണ്ണാടി പോലെ കാണുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ ഈ വായനയിലേക്ക് കൂടുതൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒരു ആത്മീയ ആവശ്യം കൂടിയാണത് എന്നുള്ളതാണ്. നമ്മുടെ ഈ ആത്മീയതയുടെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, ആ സൗന്ദര്യമാണ് ശരിക്കും നമ്മളെ വായനയിലേക്ക് കൊണ്ടുവരും. നമുക്ക് പറയാൻ കഴിയില്ല, ഒരു ഒബ്ജക്റ്റീവ് റീസൺ കൊണ്ടാണ് ഞാൻ വായിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതെനിക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വർഷം പുസ്തകം വായിച്ചാൽ എനിക്കൊരു ഡോക്ടറേറ്റ് കിട്ടും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു പദവി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരാൾക്ക് വായിക്കാൻ കഴിയില്ല. അതാണ് ഒരാൾ 10-35 വർഷം വായിച്ച ഒരാളോട് ഇതുകൊണ്ട് നിങ്ങൾ എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അങ്ങനെ ഈ വീട് ഞാൻ വായിച്ച് നേടിയതാണെന്നൊന്നും, അല്ലെങ്കിൽ എനിക്ക് ബാങ്കിൽ ഇത്ര ബാലൻസ് ഉണ്ട് ഞാൻ വായിച്ച കാരണം, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്നുള്ളത്. ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്നുള്ള ആ ഒരു ചോദ്യം, ഇതിനുള്ള ഉത്തരവ് അതിൻ്റെ തന്നെ കുറച്ച് ആത്മീയമാണെന്നുള്ളതാണ്. നമ്മുടെ ഒരു ദൈഷ്ണിക മണ്ഡലത്തിൽ, നമ്മുടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ, അവിടെയാണ് നമ്മുടെ ഒരു ആത്മീയ തലത്തിലും ദൈഷ്ണിക തലത്തിലും ഭാവനാതലത്തിലും ഒക്കെ ഇത് പ്രവർത്തിക്കുന്നത്. ഇത് വളരെ സ്ലോ ആയിട്ടാണ്, അത് വളരെ സാവധാനത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ഘടനയെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. സ്വയം മനസ്സിലാക്കേണ്ട ഒന്നുകൂടി ഇത് സ്വയം. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിപ്പോൾ കഴിഞ്ഞപ്പോഴേ ഒരാൾക്കൊരു പുസ്തകം വായിച്ച് തീർത്തിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനൊന്നും നേരമൊന്നുമില്ല. പുസ്തകം വരുന്നത് അപ്പോൾ തന്നെ പുസ്തകത്തെക്കുറിച്ച് കൊടുക്കുക, ഫാസ്റ്റായിട്ട് ഒരെണ്ണം ഇട്ടു, അടുത്ത ദിവസം തന്നെ അടുത്ത പുസ്തകത്തെക്കുറിച്ച്, അങ്ങനെ നമ്മൾ അതൊരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 60 സെക്കൻഡ്, അങ്ങനെ ആ ഒരു സമയപരിധിയിലേക്ക് നമ്മുടെ ഒരു അറ്റൻഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒരു 900 പേജുള്ള ഒരു പുസ്തകം, ഒരു നോവൽ ഒരാളിരുന്ന് വായിക്കണമെങ്കിൽ അങ്ങനെ വായിക്കുന്ന അത്രയും സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ ഒരാൾ തയ്യാറാകുന്ന ഒരു നിലയിലേക്ക്, അങ്ങനെയാണ് വായനക്കാരൻ്റെ ഒരു മനസ്സ് പ്രവർത്തിക്കുന്നത്. അയാൾ 2000 പേജുള്ള ഒരു പുസ്തകം അയാൾ കാണുന്നതെങ്കിൽ അയാൾക്ക് ഒരു സന്തോഷം തോന്നണം. അതായത് പേജുകളുടെ എണ്ണം കൂടി ഒരു നോവൽ അല്ലെങ്കിൽ ഒരു പുസ്തകം കാണുമ്പോൾ ഒരാൾക്ക് സന്തോഷം തോന്നുന്ന നിലയിലേക്ക് വായനക്കാരനൊരു വളർച്ച ഉണ്ടാവണം എന്നുള്ളതാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു സംഗതി. ഒരു കവിതയുടെ കാര്യത്തിലും അതാണ്. കവിത പിന്നെ പേജല്ലല്ലോ, നമ്മൾ കവിതയിൽ നിരന്തരം സമയം ചെലവഴിക്കുമ്പോഴാണ് നമുക്ക് ആ കവിത കിട്ടുള്ളൂ ശരിക്കും, അല്ലേ? നമുക്ക് ഈ പറഞ്ഞ പോലെ 60 സെക്കൻഡിൻ്റെ ഒരു കവിത അങ്ങനെയൊന്നുമില്ല. നമ്മൾ കവിത വായിച്ചു കൊള്ളാം എന്നങ്ങ് പറയുന്നതല്ല. കവിതയിൽ കുറേ അധികം സമയം നമ്മൾ ചെലവഴിക്കുമ്പോഴാണ് ആ കവിത നമുക്ക് കിട്ടുന്നത് ശരി. അതെ, നമ്മൾ ആ കവിതയുടെ ഒരു രഹസ്യം എന്താണ് എന്നുള്ളത് നമുക്കുള്ളത് ഭാഷയ്ക്കകത്ത് തന്നെ നടക്കുന്ന ഒരു പ്രവൃത്തിയാണത്. വായനക്കാരൻ്റെ ഒരു സുപ്പീരിയോറിറ്റിക്ക് കാരണവും അതാണ്. ഈ നല്ല വായനക്കാരൻ ഉള്ളത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ലൊരു പുസ്തകം എഴുതാനും ഒരാളുണ്ടാകുന്നത്. അത് അയാളുടെ എണ്ണം കുറവായിരിക്കും എപ്പോഴും. ഈ പറഞ്ഞ സുപ്രീം റീഡറുടെ ഉന്നതനായിട്ടുള്ള വായനക്കാരൻ്റെ എണ്ണം കുറവായിരിക്കും, ഉന്നതരായിട്ടുള്ള എഴുത്തുകാരുടെ എണ്ണം കുറവായിരിക്കും. അതാണ് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അതൊരു ഒരു മൈനോറിറ്റിക്ക് അകത്തെ ഒരു മൈനോറിറ്റിയാണ്. വായനക്കാർ മൈനോറിറ്റി ആണെങ്കിൽ ആ മൈനോറിറ്റിക്ക് അകത്തെ ഒരു എക്സ്ട്രീം മൈനോറിറ്റിയാണ് അതിനകത്ത് നല്ല വായനക്കാരെന്നുള്ളത്.
അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ ഈ പുസ്തകങ്ങളും അതുപോലെ ആയിരിക്കും. പുസ്തകങ്ങളും ഈ മികച്ച പുസ്തകങ്ങളുടെ എണ്ണവും കുറവായിരിക്കും. നിങ്ങൾ 100 പുസ്തകം കാണുമ്പോൾ അതിനകത്ത് 2 3 അല്ലെങ്കിൽ 4 5 പുസ്തകങ്ങളായിരിക്കും മികച്ച പുസ്തകം. ആ 4 5 പുസ്തകത്തിന് വായനക്കാരുടെ എണ്ണം അതുപോലെ കുറവായിരിക്കും എന്നുള്ളതാണ്. പ്രാഥമികമായും മാഷ് പറഞ്ഞതിൽ നിന്ന് എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് നമുക്കൊരു മികച്ച വായനയിലേക്കുള്ള ഒരു വഴിയായിരിക്കണം നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വായന. അങ്ങനെ പോകുന്ന യാത്രയിൽ നമുക്ക് ബോധ്യപ്പെടും ഞാനും നല്ലൊരു വായനക്കാരനാകും, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം വായനയോട് ആത്മാർത്ഥമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ പിന്നെ മറ്റൊരു കാര്യം, ജോണറുകൾ ഇങ്ങനെ ഇപ്പം ഇടക്കാലത്ത് മാഷ് ഒരു ബ്രേക്ക് എടുത്തതിനെ കുറിച്ച് പറഞ്ഞു, കഥയും കവിതയൊക്കെ വായിക്കുന്നത് നിർത്തി. അപ്പോൾ ജോണറുകൾ മാറ്റി വായിക്കുക, അല്ലെങ്കിൽ ഇഷ്ടം തന്നെ വേറെ ഷിഫ്റ്റ് ചെയ്ത് വായിക്കുക, ഇതൊക്കെ ഇത് തികച്ചും വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് മാറിയേക്കാം. എങ്കിലും ജനറലായിട്ട് ഇതൊരു വായനക്കാരന് ഗുണകരം ആയിരിക്കുമോ? അല്ല, ഒരു എഴുത്തുകാരനായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ സാഹിത്യേതര വായനയായിരിക്കും അയാൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത്. അതായത് അയാൾ സഹായിക്കുന്ന സാഹിത്യത്തെക്കാൾ സാഹിത്യേതര വായനയായിരിക്കും ഏറ്റവും ഗുണം. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഞാൻ വായിക്കുന്ന നോവലുകളേക്കാൾ കൂടുതൽ എനിക്ക് ഗുണം ചെയ്യുന്നത് ഞാൻ വായിക്കുന്ന നോൺ ഫിക്ഷൻ ആയിരിക്കും. ഞാനൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ. വായനക്കാരനും അങ്ങനെ തന്നെയാണ്. വായനക്കാരൻ ഒരാൾ ഡിറ്റക്റ്റീവ് നോവൽ മാത്രമേ വായിക്കുള്ളൂങ്കിൽ അയാൾ ഭയങ്കര ബോറിനായിരിക്കും. കാരണം ഇതൊന്ന് വേറൊരു സംഗതി കൂടി അതിനകത്തൊന്ന് പരീക്ഷിച്ച് നോക്കാൻ അയാൾ ഇടയ്ക്കൊന്ന് നോക്കണമെന്നോ പുറത്തേക്ക് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പലതരം പുസ്തകങ്ങൾ വായിക്കുക. അപ്പം നമ്മളിപ്പോൾ ഞാൻ ഈയിടെ വായിച്ച ഒരു പുസ്തകത്തിനകത്തൊരു ക്യാരക്ടർ അയാളുടെ ഒരു അനുഭവം പറയുന്നത്, പുസ്തകത്തിലൊരു ക്യാരക്ടർ പറയുന്ന അനുഭവമാണ്. അത് ഓൺ ദ കാൽക്കുലേഷൻ ഓഫ് വോളിയം എന്ന് പറഞ്ഞിട്ടൊരു നോവലാണ്. അത് ഒരു 7 ഭാഗങ്ങളുള്ള ഒരു പുസ്തകമാണ്. അതായത് ഒരു ദിവസത്തിൽ ഒരാൾ കുടുങ്ങി പോകുന്നതിനെ കുറിച്ചാണ്. ഒരു ടൈം, അതായത് ഒരാൾ നവംബർ 18 എന്ന് പറഞ്ഞൊരു ദിവസത്തിൽ കുടുങ്ങി പോവാണ്. അയാൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നവംബർ 18 തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ അയാൾ നടത്തുന്ന ശ്രമങ്ങളാണ്, പക്ഷെ പറ്റുന്നില്ല. അപ്പം പിന്നെ അയാൾ തീരുമാനിക്കുക എന്നാൽ ഇതിനകത്ത് തന്നെ ജീവിക്കാം. ഈ നവംബർ 18 തന്നെ ജീവിക്കുമ്പോൾ അയാൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനകത്ത് ജീവിച്ചത്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു സാമാന്യമായിട്ട് പറഞ്ഞ ഒരു ഉള്ളടക്കം. അതിൽ ഈ കഥാപാത്രം ഇതിൽ പെട്ടെന്നൊരു ദിവസം ഏൻഷ്യൻ റോമൻ ഹിസ്റ്ററിയിൽ ഭയങ്കര താല്പര്യം തോന്നുകയാണ്. അപ്പോൾ ഒരു റോമൻ നാണയം കിട്ടുമ്പോൾ അതിൽ നിന്ന് തുടങ്ങുന്ന കൗതുകമാണ്. അപ്പോൾ റോമ ചരിത്രത്തിൽ വലിയ താല്പര്യം തോന്നിയിട്ട് അയാളൊരു അന്വേഷിച്ച് പോകുമ്പോൾ അയാൾക്ക് പുസ്തകം കിട്ടണം. ആ പുസ്തകം എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ റോമാക്കാരുടെ കാലത്തെ ധാന്യങ്ങൾ സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ അറകൾ ഇവർ നിർമ്മിച്ചിരുന്നു. വെയർ ഹൗസസ് എന്ന് നമ്മൾ പറയുമല്ലോ, നമ്മൾ അരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള വെയർ ഹൗസസ് ഉണ്ടല്ലോ, അതുപോലത്തെ അത് ആദ്യം അത്തരം ഒരു സംവിധാനം ഉപയോഗിച്ചു തുടങ്ങിയത് റോമാ സാമ്രാജ്യത്തിന് കീഴിലാണ്. അപ്പോൾ അവർ സാമ്രാജ്യം വളരെ വലുതാണല്ലോ. അപ്പോൾ ഈ പല ഭാഗത്തുനിന്ന് കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ട് ചെയ്ത് ഇറക്കുമതി ചെയ്ത് കൊണ്ടുവരുന്ന അരിക്ക് ഭയങ്കര ഡിമാൻഡുള്ള ഒരു കാലമാണ്. റോമാക്കാർ കൃഷി ചെയ്യാറില്ല. അപ്പോൾ അവിടേക്ക് റോമ സാമ്രാജ്യത്തിലേക്ക് അരി ഉള്ള സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് ചീത്തയാവാതെ ശേഖരിച്ച് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചീത്തയാവാതിരിക്കുകയും ചെയ്യണം, ദീർഘകാലം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. അവർ കണ്ടെയ്നറുകൾ നിർമ്മിക്കാൻ തുടങ്ങി അവർ ഈ അരി സൂക്ഷിക്കാൻ വേണ്ടിയുള്ള. അതിനെക്കുറിച്ചുള്ള പുസ്തകമാണ്. അപ്പോൾ അതൊരു വലിയ കൗതുകമല്ലേ. ഒരാൾ വായിക്കുന്നതിനിടയിൽ റോമാക്കാരുടെ അരി സൂക്ഷിച്ച് വയ്ക്കുന്ന അരി സംഭരണികൾ നമ്മൾ പത്തായപ്പുര എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ റോമാക്കാരുടെ പത്തായപ്പുരകളെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഒരാൾ വായിക്കുകയാണ്. അപ്പോൾ ഒരു ഭയങ്കര കൗതുകമുള്ളൊരു സാധനമല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഒരു ജിജ്ഞാസയുടെ ലെവല് പല ദിക്കുകളിലേക്ക് പോകണമെന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു ചിന്തയെയും നമ്മുടെ ഒരു കാഴ്ചപ്പാടിനെയും വല്ലാതെ സ്വാധീനിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ കുറച്ചുകൂടെ ഊർജ്ജസ്വലരാകും എന്നുള്ളതാണ് വായനയിൽ. ചിലപ്പോൾ ഒരു നോവലൊക്കെ വായിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ആശയം കിട്ടണേ. അതിനകത്തൊരു പരാമർശമൊക്കെ ആയിരിക്കും, ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം ഒക്കെ ആയിരിക്കും. അങ്ങനെ കൗതുകമുള്ള ചില പരാമർശങ്ങൾ ചിലപ്പോൾ നല്ല നോവലുകളിൽ നിന്ന് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് അന്വേഷിച്ച് പോകും. അപ്പോൾ ഒരാൾ ഉപനിഷത്ത് വായിക്കാൻ ഒരാൾ തീരുമാനിക്കുക, ഉപനിഷത്തുകൾ വായിച്ച് അതിലൊരു അറിവ് നേടിയേക്കാം. എന്താണ് ഈ ഉപനിഷത്തുകൾ പറയുന്നതെന്ന് ഒരാൾക്ക് പെട്ടെന്ന് തോന്നുന്നത് ഏതെങ്കിലും ഒരു നോവലിലെ ഒരു ഉപനിഷത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമായിരിക്കും. അപ്പോൾ ഈ വായന അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഒരു പരാമർശം നമ്മുടെ ശ്രദ്ധയപ്പെടുന്നു, ആ പരാമർശത്തിന് പിന്നാലെ നമ്മൾ പോയിട്ട് നമ്മൾ വേറെ അങ്ങനെ അതാണ് ഈ പ്രോഗ്രസീവ് റീഡിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതിപ്പോൾ അന്നേരം സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും. നമ്മൾ ആദ്യത്തേന്ന് നമ്മൾ ആദ്യം തുടങ്ങിയിടത്തുനിന്ന് നമ്മൾ വേറൊരു സ്റ്റേജിലേക്ക് ഓവർ ദി ഇയേഴ്സ് നമ്മൾ പോയി കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ജോണർ ഉറപ്പായിട്ടും മാറും എന്നുള്ളതാണ്. അപ്പോൾ നോവൽ തന്നെ ജോണർ ബെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണ് ശരിക്കും. നോവലിലിപ്പോൾ ഒരു നോവലെടുത്ത് കഴിഞ്ഞാൽ നോവൽ ചിലപ്പോൾ എസ്സേ പോലുള്ള ഭാഗങ്ങളുണ്ടാവും,
കവിത പക്ക കവിത പോലെ തോന്നുന്ന ഭാഗങ്ങളുണ്ടാവും. ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ്, വലിയ അഭിമുഖങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു അങ്ങനെ നോവലിൻ്റെ ഒരു ഘടന തന്നെ ഒരുപാട് മാറിപ്പോയി ഈ 19 വർഷത്തിനിടയിൽ. അപ്പോൾ അതിനൊരു കാരണം അതാണ്, ഈ ഡിമാൻഡിങ് ആണെന്നുള്ളത് വളരെ ഫ്ലെക്സിബിളാണ് നോവലിൻ്റെ ഒരു രൂപം. അപ്പോൾ ആ രൂപത്തിനകത്തേക്ക് മാക്സിമം എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നോസാഡിൻ്റെ നോവലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ പരമ്പരയുണ്ട്, മൈ സ്ട്രഗിൾ എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് പുള്ളിയുടെ വിജയിച്ച പുസ്തകം. അതിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം ആറാമത്തെ പുസ്തകമാണ്. ആറാമത്തെ പുസ്തകത്തിൽ ഏതാണ്ട് ഒരു പകുതിയോളം മെയിൻ കാഫിനെ കുറിച്ചുള്ള, ഹിറ്റ്ലറുടെ മെയിൻ കാഫിനെ കുറിച്ചുള്ള പഠനമാണ്. പുസ്തകത്തിൻ്റെ പേരതാണല്ലോ, മൈ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ അത് മെയിൻ കാഫ് എന്നാണ്. അത് നോർവീജിയനിലും മെയിൻ കാഫ് എന്നാണ് പറയുന്നത്. ജർമ്മനിൽ നോൺ കാഫ് എന്ന് പറയുന്ന പോലെ തന്നെ മെയിൻ കാഫ് എന്ന് പറയുന്ന പോലെ നോർവീജിയനിലും മൈ സ്ട്രഗിൾ എന്നുള്ളതിന് മെയിൻ കാഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹിറ്റ്ലറുടെ ആ പുസ്തകത്തെക്കുറിച്ച് ഉള്ള ഒരു പഠനമാണ്. അതിന് കാരണം ആ നോവലിലെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പഴയ പെട്ടി അവർക്ക് നോക്കുമ്പോൾ അതിനകത്തുനിന്ന് നാസി പാർട്ടിയുടെ അംഗത്വം സൂചിപ്പിക്കുന്ന അംഗത്വ കാർഡ് കിട്ടുകയാണ്. നാസി പാർട്ടിയുടെ ചെറുപ്പത്തിൽ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ യുവജന സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഒരു ഒരു കാർഡ്, തിരിച്ചൽ കാർഡ് പുള്ളി മേശയുടെ ഈ പെട്ടിയുടെ അടിയിൽ നിന്ന് കിട്ടുകയാണ്. അങ്ങനെ വന്നു അതിൽ നിന്നാണ് പിന്നെ ഈ മെയിൻ കാഫിലേക്കുള്ള പഠനത്തിലേക്ക് പോകുന്നത്. അതിലൊരു 400 പേജോളം ഈ മെയിൻ കാഫിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് നോവലിനകത്ത്. അപ്പോൾ അത്തരത്തിലും ഇതിൻ്റെ ഒരു ഘടനയും ഇതിനൊരു സാധ്യതകളും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാഷിൻ്റെ സംസാരത്തിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഒരുപാട് പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ പേര് പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. എന്നാലും മാഷിൻ്റെ ഏറെ പ്രിയപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷിലാണോ, മലയാളത്തിനേക്കാൾ ഒരു പക്ഷേ? അങ്ങനെ പറയാൻ പറ്റില്ല. അത് നമുക്കൊരു ഭാഷയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഇന്ത്യൻ ഭാഷകളിലെ മറ്റ് ഭാഷകളിലെ പുസ്തകങ്ങൾ ആ ഭാഷയിൽ തന്നെ വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ. ഇന്ത്യയൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിയിലൊരു പുസ്തകം വായിച്ച് ആസ്വദിക്കുക, തമിഴിലൊരു പുസ്തകം വായിച്ച് ആസ്വദിക്കുക. തമിഴും അത്യാവശ്യം നമുക്ക് അറിയാമെങ്കിൽ ഒരു സാഹിത്യകൃതിയൊക്കെ വായിച്ച് മനസ്സിലാക്കുക, ആ ഒരു ആസ്വദിക്കാനുള്ള ഒരു കഴിവില്ലാതെ പോയത് ഒരു വലിയ കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇംഗ്ലീഷ് ഒരു കൺവീനിയൻസ് ആണ്. ലോകത്തിലെ വിവിധ ഭാഷകളിൽ നിന്നുള്ള പുസ്തകങ്ങൾ, ചെറിയ ഭാഷകളിൽ നിന്നുള്ള പുസ്തകങ്ങൾ പോലും ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ലേറ്റഡ് ലിറ്ററേച്ചർ വായിക്കാനുള്ള ഒരു കൊതിയിൽ നിന്നാണ് ശരിക്കും ഇംഗ്ലീഷിൽ വായന കൂടുതൽ ഞാൻ ഊർജിതമാക്കിയത്. മലയാളത്തിൽ നമ്മൾ എനിക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരാണ് ഞാൻ പറഞ്ഞല്ലോ, ആനന്ദിൻ്റെ കാര്യം പറഞ്ഞു, വിജയൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ പട്ടത്തുള്ളയുടെ കാര്യം പറഞ്ഞു, മറ്റേ ഈ പറഞ്ഞ പോലെ വിക്ടർ ലീനസ്, അതങ്ങനെയുള്ള കുറച്ച് നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടുള്ള കുറേ എഴുത്തുകാരുണ്ട്, വി പി ശിവകുമാർ, അങ്ങനെ കുറേ എഴുത്തുകാരുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു സ്കൂളിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു യൗവനത്തിലെ വായനകളാണ് ഞാനീ പറഞ്ഞതൊക്കെ. ആ യൗവനത്തിൻ്റെ വായനകളാണ് നമ്മുടെ ഒരു സാഹിത്യ അഭിരുചിയുടെ ഒരു ഫൗണ്ടേഷൻ പോലും അതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മലയാളം ഭാഷ തന്നെയാണ് നമ്മുടെ എൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ട് നിൽക്കുന്നത്. പക്ഷേ അത് പോരാ എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അത് നല്ല വായനക്കാരൻ്റെ ലക്ഷണമാണ് എന്ന് വേണം എന്നേ ഞാൻ പറയുള്ളൂ. അതെ. പിന്നെ ഇതിൽ പുതിയ കാലത്തുള്ള ഇനിയിപ്പോൾ ചില പ്രതിസന്ധികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒന്ന്, നമ്മുടെ കാലഘട്ടം വളരെ വേഗത്തിൽ എല്ലാ രീതിയിലും അഡ്വാൻസ്ഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ പുതിയ കാലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ സാഹചര്യങ്ങളോ പരിസ്ഥിതിയോ ചുറ്റുപാടുകളോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കൃതികളില്ലാത്തതിൻ്റെ അഭാവം വായനയെ തളർത്തുകയോ ബാധിക്കുകയോ ചെയ്യുന്നുണ്ടോ? അത് ഈ പറഞ്ഞ പോലെ ഈ ഭാഷയിലൊരു മലയാളം വായിക്കാൻ അറിയാവുന്ന ആളുകളുടെ എണ്ണം, മലയാളത്തിലൊരു പുസ്തകം വായിച്ച് ആസ്വദിക്കാൻ അറിയാവുന്ന ആളുകളുടെ എണ്ണം പോലും കുറഞ്ഞു പോയിട്ടുണ്ട്. എന്ന് വിചാരിച്ച് ഇവരെല്ലാം ഇംഗ്ലീഷ് വായിക്കുന്നു എന്നും അർത്ഥമില്ല. അത് ഇംഗ്ലീഷിലും അവർക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം നന്നായിട്ട് അറിയാം, ഇംഗ്ലീഷ് നന്നായിട്ട് അത്രയൊന്നും അറിയില്ല എന്നുള്ളത് ആണ് പറയുന്നത്. ഇപ്പം അങ്ങനെ 2 ഭാഷ അറിയാത്ത ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ. മലയാളം തീരെ അറിയില്ല, ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം എന്നൊക്കെയുള്ള അങ്ങനെ ആ രീതിയിലേക്ക് പോയിരിക്കുന്നുണ്ട്. ഇപ്പം ആ രീതി നോക്കുമ്പോൾ നമുക്കൊരു ഈ സ്കൂളുകളിലൊക്കെ സ്കൂളുകളാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിശീലന കേന്ദ്രം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ഒരു പുസ്തകം ഒരാൾ സജസ്റ്റ് ചെയ്യാണല്ലോ ചെയ്യുന്നത്, അത് എടുത്തു തരിക, അങ്ങനെ എടുത്തു തരുന്ന നമ്മുടെ ഭാഷയിലെ പുസ്തകങ്ങൾ. അപ്പോൾ അത് എടുത്തു തരുന്ന ആൾക്കൊരു ബോധം ഉണ്ടാവണ്ടേ, അല്ലെങ്കിൽ ആ ആൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. ഒരു കുട്ടിക്ക് എടുത്തു കൊടുക്കേണ്ട പുസ്തകങ്ങൾ എന്തൊക്കെയായിരിക്കണം. ഇപ്പോൾ ബഷീറിൻ്റെ ജന്മദിനം എന്ന കഥ വായിക്കാൻ വേണ്ടി ഒരു കുട്ടിക്ക് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ തോന്നണമെന്നുണ്ടെങ്കിൽ അയാളത് വായിച്ചിരിക്കണം.
ഇപ്പോൾ ബഷീറിൻ്റെ മതിലുകൾ എന്നുള്ളത് ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വായിക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പോൾ അതിനേക്കാൾ വലിയൊരു എഴുത്തുകാരനെ തേടിയിട്ടാണ് അയാൾ പോണത്. ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ദിശ ഞാൻ പറഞ്ഞ് മനസ്സിലായത് അതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു നമ്മൾ വായനയിൽ ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നേരത്തെ അധ്യാപകരൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു എന്നുള്ളതാണ്. അധ്യാപകർ പറഞ്ഞു തരുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ മലയാളം അധ്യാപകനായിരുന്ന ആൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന തങ്കപ്പൻ എന്ന് പറഞ്ഞൊരു സാറാണ്. തങ്കപ്പൻ സാറെന്ന് ഞങ്ങൾ വിളിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ പുസ്തകമൊക്കെ ഇങ്ങനെ നോക്കും. നമ്മുടെ കയ്യിൽ നമ്മൾ എല്ലാം നോക്കും. പുള്ളി നമ്മൾ ലൈബ്രറിയിൽ നിന്നൊക്കെ പോയി എടുത്തുകൊണ്ടിരുമ്പോൾ ഓരോരുത്തരും എടുത്തിരിക്കുന്ന പുസ്തകം എന്താണെന്ന് പുള്ളി വന്ന് ഇങ്ങനെ നോക്കും. അപ്പോൾ അന്നൊന്നും നമുക്കത് ഇഷ്ടമായിരുന്നില്ല. പുള്ളി വേറെ ഒന്നിനും വേണ്ടിയില്ല. പുള്ളി ഓരോ കമൻറ്റ് പറയും ഓരോ പുസ്തകം കണ്ടിട്ട്, ഇത് ഉഗ്രം പുസ്തകമാണ്, എന്തായാലും വായിച്ചിരിക്കേണ്ടതാണ് എന്നൊക്കെ പറയും. അപ്പോൾ അതൊരു ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ ആ ഇൻട്രാക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. നല്ലൊരു ഗൈഡൻസ് പെട്ടെന്ന് നമുക്ക് കിട്ടുകയാണെന്നുള്ള ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള. പക്ഷെ അങ്ങനെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു വായനാ സംസ്കാരമുള്ള ആളുകൾക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അധ്യാപകർക്ക് അത് ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള അധ്യാപകർ വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇനി നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രശ്നം ഡിജിറ്റൽ റീഡിങ്ങും ഫിസിക്കൽ റീഡിങ്ങും ആയിരിക്കും. ഇപ്പോൾ ആളുകൾക്ക് വ്യക്തികളിലേക്ക് മാറുമ്പോൾ അത് വ്യത്യാസപ്പെട്ടേക്കും. എന്നാലും ഇതിൽ അല്ലെങ്കിൽ ഏതാണെങ്കിൽ കുറച്ചുകൂടി സ്ഥിരതയുള്ള വായനക്കാരനാവാം? ഒരാൾ വായന തുടങ്ങുന്ന ഒരാളാണെങ്കിൽ അയാൾ ഫിസിക്കൽ ബുക്ക് തന്നെ വായിക്കണമെന്ന് ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ. എൻ്റെ ലഹരി അതിൻ്റെ അതൊരു ഫിസിക്കൽ ബുക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഇൻറ്റിമസി വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിസിക്കൽ ആ ബുക്ക് ഒരു വസ്തു എന്നുള്ള രീതിയിൽ നമുക്ക് തരുന്ന ഒരു ഇൻറ്റിമസി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വസ്തുവിന്, അതായത് നമ്മളൊരു പുസ്തകം വായിക്കുന്നതോടുകൂടിയാണല്ലോ അതിന് ജീവൻ വെക്കുന്നത്. അതുവരെ അതൊരു ഇന്നാനിമേറ്റ് ആയിട്ടുള്ള ജീവനില്ലാത്ത ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു വസ്തു നമ്മുടെ വീട്ടിൽ ഒരാളുടെ മുറിയിൽ ഉള്ള അനേകം വസ്തുക്കളിൽ ഒരു വസ്തു മാത്രമാണ് ഒരു പുസ്തകം എന്നുള്ളത്. പക്ഷേ ആ പുസ്തകം നമ്മളുമായിട്ട് ഇൻറ്റിമേറ്റ് ആകുന്നത് അത് നമ്മളോട്ട് വിനിമയം ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ഒരു വിനിമയം നടക്കുന്നത് വായനക്കിടയിലാണ്. വായിച്ച് കഴിയുന്നതോടുകൂടി ആ പുസ്തകമായിട്ട് നമ്മളൊരു ഇൻറ്റിമസി വരികയും ആ പുസ്തകം നമ്മളെപ്പോലെ തന്നെ ഒരു ജീവനുള്ള ഒരു വസ്തുവായി മാറുകയും ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സവിശേഷമായ സ്ഥാനം വരുന്നു. അങ്ങനെ ഫിസിക്കലായൊരു ബുക്ക് വായിച്ച് ശീലിക്കുന്ന ഒരാൾക്ക് അയാളുടെ വായനയുടെ ഒരു ഘട്ടത്തിൽ അയാൾക്ക് ഉപയോഗിക്കാവുന്നത് ആണ് ഈ പറഞ്ഞ പോലെ ഈ ഡിജിറ്റൽ റീഡിംഗ് എന്നുള്ളത്. അപ്പോൾ അയാൾ ഫിസിക്കലായൊരു ബുക്ക് വായിച്ച് ശീലിച്ച ഒരാൾക്ക് അതും ഗുണം ചെയ്യും. അത് വേറൊരു തരം വായന എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നമുക്ക് ചില പുസ്തകങ്ങൾ നമുക്ക് ഓൺലൈനായിട്ടായിരിക്കും കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആ കിട്ടുമ്പോൾ അത് ആ ഒരു സാധ്യത ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം, ഞാൻ ഡിജിറ്റലായിട്ട് വായിക്കുന്ന ഒരാളാണ്. അതായത് ഞാൻ ഈ ബുക്ക് വായിക്കാറുണ്ട്. പക്ഷേ അത് എനിക്ക് ഫിസിക്കലായിട്ട് ആ ബുക്ക് കിട്ടാത്തൊരു സാഹചര്യത്തിലാണ്, ലഭ്യമല്ലാത്തതുകൊണ്ടാണ് ഞാനത് വായിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ പുസ്തകം കിട്ടുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ കോപ്പി എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഫിസിക്കൽ കോപ്പിയേ വായിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ലഭ്യമാണെങ്കിൽ അതേ വായിക്കുകയുള്ളൂ. മറ്റത് ഞാൻ ഇതില്ലാതെ വന്നാൽ വായിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ട്രാവലിങ്ങിലൊക്കെ വായിക്കാനൊക്കെ കുറച്ചുകൂടെ സൗകര്യം ഈ ഡിജിറ്റലാണ്. കാരണം നമുക്ക് ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് ലഗേജിൻ്റെ ഒരു ഇഷ്യൂവിൽ നല്ലതാണ്. അത് ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മീൻസ് ഓഫ് റീഡിംഗ് എന്നുള്ള രീതിയിൽ പ്രശ്നമൊന്നുമില്ല അതിനകത്ത്. പക്ഷെ മറ്റേതിനൊരു വേറെ തരത്തിലുള്ള ഒരു വൈകാരികമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അത് വായനയെ നമ്മൾ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യും. നമ്മൾ ആ പുസ്തകം മുമ്പ് ഇപ്പോൾ വായനയുടെ ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത പുസ്തകത്തിലേക്ക് കയറുന്നതോടുകൂടി ഇത് നമ്മൾ മറന്നുപോകും. ഇത് മനുഷ്യൻ്റെ ഒരു തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. അത് നമ്മുടെ തലച്ചോറിൽ അത്യാവശ്യമുള്ള സാധനങ്ങളല്ലേ നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് പുസ്തകം നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമില്ലാത്തൊരു സംഗതി ആയതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് പുസ്തകത്തിലെ ഉള്ളടക്കവും ഒക്കെ ഒരു നല്ലൊരു ശതമാനം നമ്മൾ മറന്നുപോകും. ചില കഥാപാത്രങ്ങളുടെ പേരുകൾ പോലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും. അപ്പോൾ കുറേ വർഷങ്ങൾ തുടർച്ചയായിട്ട് വായിച്ച ഒരാൾക്ക് അയാൾ ഒരു 10 കൊല്ലം മുമ്പ് വായിച്ച പുസ്തകത്തിലെ ഉള്ളടക്കം ചോദിച്ചാൽ അയാൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് അയാളുടെ ഉള്ളിലുണ്ടാവും. ഈ 10 കൊല്ലം മുമ്പ് ആ പുസ്തകം വായിച്ചതിൻ്റെ എക്സ്പീരിയൻസ്, അത് ആ പുസ്തകത്തിൽ ഇപ്പോൾ ഇന്ന പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്, അതിൻ്റെ വായനയുടെ ഒരു അനുഭവം അയാളുടെ ഉള്ളിലൊരു ഓർമ്മയായിട്ടുണ്ടാവും. ആ ഓർമ്മയെ കുറച്ചും കൂടെ ദൃഢമാക്കുന്നതാണ് അയാൾക്ക് അന്ന് വായിച്ച പുസ്തകം കിട്ടുകയാണെങ്കിൽ അയാൾക്ക് മറിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഓർമ്മ കുറച്ചുകൂടെ നന്നായിട്ട് കുറച്ചുകൂടെയും ബ്രൈറ്റായിട്ട് തിരിച്ചു വരും എന്നുള്ളത്. ചിലപ്പോൾ അയാൾക്ക് ചില കാര്യങ്ങളൊക്കെ ഓർക്കാനും പറ്റും. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒന്നാണ്, ഇങ്ങനെ വാങ്ങി വെക്കുമ്പോൾ ആവർത്തിച്ച് വായിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതിനെക്കുറിച്ച് മാഷിൻ്റെ അഭിപ്രായം എന്താ? നമ്മളൊരു റീഡിങ്ങിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞാലേ, ഇപ്പോഴത്തെ കാലത്തിൻ്റെ പറഞ്ഞാലേ, മാക്സിമം പുസ്തകങ്ങൾ വായിച്ച് തീർക്കുക എന്നുള്ളത് ഒരു വായനക്കാരൻ്റെ ദൗത്യമായിട്ട് മാറരുത് എന്നുള്ളതാണ്. അതൊരു വളരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു ശീലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു ഒട്ടും ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ശീലമല്ല
നിങ്ങൾ മാക്സിമം പുസ്തകങ്ങൾ ഒരാൾ മാക്സിമം പുസ്തകങ്ങൾ അങ്ങനെയല്ലല്ലോ. നിങ്ങളൊരു പുസ്തകത്തിനകത്ത് കൂടുതൽ സമയം ചിലവഴിക്കാൻ നിങ്ങൾ സ്വയം ശീലിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ വളരെ കുറച്ച് സമയം അയാൾക്ക് വായിക്കാൻ കിട്ടുന്നുള്ളൂ. നല്ല പുസ്തകങ്ങൾ അതിൽ കൂടുതലുണ്ട്. ലോകത്തുള്ള പുസ്തകങ്ങളുടെ ഇത് എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് എല്ലാ പുസ്തകവും വായിക്കാനും കഴിയില്ല. അപ്പോൾ ഒരാൾ ഒരു പുസ്തകത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നത് വളരെ അപൂർവമായ സാഹചര്യത്തിലായിരിക്കും. നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പുസ്തകത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നത് വളരെ അപൂർവമായിട്ടൊരു സാഹചര്യത്തിലായിരിക്കും. അത് നല്ല പുസ്തകത്തിലേക്ക് നമുക്ക് തിരിച്ചു ചെല്ലാൻ അതെ അതെ പറ്റുള്ളൂ. തീർച്ചയായും. അപ്പോൾ ഈ ഒരു പുസ്തകം ഇപ്പോൾ വായിച്ച് 5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ പുസ്തകത്തിൽ വീണ്ടും ചെല്ലുന്നത്. അപ്പോൾ രണ്ടാമത്തെ വായന മിക്കവാറും വളരെ ഡിഫറൻ്റായൊരു വായനയായിരിക്കും എന്നുള്ളതാണ്. ഒരു അതെ ആദ്യത്തെ വായനയിൽ ഇഷ്ടപ്പെട്ട പുസ്തകം പിന്നീട് ഇഷ്ടപ്പെടാതെയൊക്കെ പോകാം, അതെ അങ്ങനെയുണ്ട്. അതെ അതെ ആദ്യത്തെ വായനയിൽ ശരിക്ക് ഇഷ്ടപ്പെടാതിരുന്നതോ അല്ലെങ്കിൽ ശരിക്കും അങ്ങ് ആസ്വദിക്കാൻ പറ്റാത്തതോ ആയ ഒരു പുസ്തകം രണ്ടാമത്തെ വായനയിൽ ഗംഭീര പുസ്തകമായി മാറുകയും ചെയ്യുക, അല്ലെങ്കിൽ മനോഹരമായിട്ടൊരു പുസ്തകമായിട്ട് മാറുകയും ചെയ്യുക. അപ്പോൾ ഇതൊരു ഒരു എക്സ്പീരിയൻസ് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടാമത് വായിക്കാവുന്നതാണ് ഒരു പുസ്തകം എന്നുള്ളത്. രസമായിരിക്കും. അതൊരു ഭയങ്കര രസമുള്ള അതെ ആക്ടിവിറ്റിയാണ്. ഒന്നാമത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു പുസ്തകം വായിച്ചൊരു പുസ്തകം, ഇപ്പം ആൾക്കൂട്ടം എന്നുള്ള പുസ്തകം ഒരാൾ വായിച്ചു. ആ പുസ്തകത്തെക്കുറിച്ച് അയാൾ മുതിർന്ന് വന്ന് കഴിഞ്ഞിട്ട് അയാൾ ചെറുപ്പത്തിൽ വായിച്ചൊരു പുസ്തകം എന്നുള്ള രീതിയിൽ അയാളുടെ 40-ാം വയസ്സിൽ വായിച്ചു കഴിയുമ്പോൾ അയാൾക്ക് എന്തായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളത്? രസമുള്ളൊരു കാര്യമായിരിക്കും. അയാൾ 16-17 വയസ്സുള്ളപ്പോൾ വായിച്ച പുസ്തകം 40-ാമത്തെ വയസ്സിൽ വായിക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ആ 16-17 വയസ്സ് വായിച്ച സുഖം കിട്ടണമെന്നില്ല. തീർച്ചയായും. അതൊരു പുസ്തകത്തിൻ്റെ കുറവൊന്നുമല്ല. ഒരു അത് ഏജ് വ്യത്യാസം വരുന്നതിന് ആ പുസ്തകം ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്, വേറൊരു അവസ്ഥയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ബഷീറിൻ്റെയൊക്കെ ഒരു വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഷീർ എഴുതിക്കൊണ്ടിരുന്ന കാലത്ത് ബഷീറിനെ ഒരു സാധാരണ എഴുത്തുകാരനായിട്ടാണ് നിരൂപരടക്കം കണ്ടത്. അതേ ഒരു വലിയ എഴുത്തുകാരനൊന്നുമല്ല, ഒരു ചെറിയ എഴുത്തുകാരനാണ് എന്നാണ് കണ്ടത്. പക്ഷേ ബഷീറിൻ്റെ ഒരു വലിയ ഗുണം ഞാനീ പറഞ്ഞ നിങ്ങൾ പുനർവായനയിൽ നിങ്ങൾക്ക് പുതിയ വെളിച്ചങ്ങൾ തരുന്ന അപൂർവ എഴുത്തുകാരിൽ ഒരാളാണ് ബഷീർ എന്നുള്ളത്. ഒരു രണ്ടാമത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു, അതായത് നിങ്ങൾ 16-ാമത്തെ വയസ്സിൽ വായിക്കുന്ന ബഷീറിനല്ല നിങ്ങളൊരു 30 വയസ്സായപ്പോൾ വായിക്കുന്നത്. ഇപ്പോൾ ഒരു 50 വയസ്സായ ഒരാൾ വായിക്കുന്ന ബഷീറിൽ നിന്ന് അന്വേഷിക്കുന്നത് വേറൊരു സംഗതിയായിരിക്കും. തീർച്ചയായും. അത് അയാൾക്ക് അതിനകത്ത് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ബഷീറിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. ഇപ്പോൾ വിജയൻ്റെ കാര്യത്തിലും അത് നമുക്ക് വലിയൊരളവോളം വിജയൻ്റെ പല കൃതികളിൽ അത് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ചെറുകഥകളിൽ, അദ്ദേഹം എഴുതിയ പ്രോസിൽ. കാരണം അപ്പോൾ ഒരു ഓവർ ദി ഇയേഴ്സാണ് ഒരു എഴുത്തുകാരൻ്റെ ഒരു ഡൈനാമിസം നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അത് ഭാഷയുടെ ഡൈനാമിസം കൂടിയാണ്, ഭാഷയുടെ ഒരു ശക്തി കൂടിയാണത്. മലയാളം എന്നുള്ള നമ്മുടെ ഒരു ഭാഷയുടെ ശക്തി കൂടിയാണ് നമ്മളതിനെ മനസ്സിലാക്കാൻ. അത് ഒരു പല ഘട്ടങ്ങളിലായിട്ട് നമ്മളതിൻ്റെ ഒരു സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നമുക്കത് പല ഘട്ടങ്ങളിൽ, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഒരു എഴുത്തുകാരനെ നമുക്ക് പലപ്പോഴും ആവശ്യമുണ്ടെന്നുള്ളതാണ്, പല പ്രായത്തിൽ ആവശ്യമുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അതെ. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഇതിൽ അവസാനമായി ചേർത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, വായനക്കാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എഴുതി തെളിയണമെന്ന് ആഗ്രഹിക്കുന്ന ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ആളുകളും സ്വാഭാവികമായും മാഷിൻ്റെ സംസാരം കേൾക്കുന്നുണ്ടാവും. ഒരു എഴുത്തുകാരനാവാൻ, രൂപപ്പെടാൻ നല്ല വായനകൾ അല്ലെങ്കിൽ വായനയെ എങ്ങനെ ക്രമീകരിക്കുന്നത് നന്നാവും എന്ന് തോന്നുന്ന രീതിയിൽ വല്ല നിർദ്ദേശവും? ഇപ്പോൾ ഒരാൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അയാളെ എഴുത്തിനെ നേരിട്ട് സഹായിക്കുന്ന ഒരു കാര്യമല്ല അയാളുടെ വായന എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എഴുതാനുള്ളത് വേറൊരു തരം ഇമ്പൾസാണ്, നമ്മുടെ ഉള്ളിലെ വേറൊരു തരം ഒരു ത്വരയാണ് നമ്മുടെ എഴുതുക എന്നുള്ളത്. അത് വായനയായിട്ട് അതിന് നേരിട്ട് ബന്ധമില്ല. പക്ഷെ നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾ അതുവരെ വായിച്ചത് നിങ്ങൾ എന്തായാലും സ്വാധീനിക്കും എന്നുള്ളതാണ്. തീർച്ചയായും. അതായത് വായിച്ചതിനകത്ത് നിന്നുള്ള അത് വായിച്ച് നിങ്ങൾ ഗൈഡ് ചെയ്യും എന്നുള്ളതാണ്. അത് നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് നിങ്ങൾ വായിച്ച പുസ്തകങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. പുതിയൊരു എഴുത്തുകാരനെ സംബന്ധിച്ചോളം അയാളുടെ ഒരു പുതിയ ഒരാളൊരു കഥയോ അല്ലെങ്കിൽ ഒരു കവിതയോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ലേഖനമോ എഴുതുമ്പോൾ ആ ഭാഷയിൽ ഉള്ള അയാളുടെ പരിചയക്കുറവ് ആണ് അയാളുടെ വായന സഹായിക്കുന്നത്. പരിചയക്കുറവ് നികത്താനാണ്, അല്ലെങ്കിൽ പരിചയക്കുറവ് പരിഹരിക്കാനായിരിക്കും അയാളുടെ നല്ല വായന അയാളെ സഹായിക്കുക. ഭാഷയിലൊരു വലിയൊരു പരിചയക്കുറവുണ്ടാവുമല്ലോ നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ. അപ്പോൾ ഭാഷയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ ആ ഭാഷ നന്നാക്കുക. നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണത് നിങ്ങളുടെ നരേറ്റീവിനെ നിങ്ങൾ കുറച്ചും കൂടെ ഏറ്റവും കൂടുതൽ ഉയർത്തുക, അതിൻ്റെ പരിമിതികളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള ഒരു സംഗതിയിൽ വായന നല്ല സഹായം ചെയ്യുമെന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ദിവസം എന്തെങ്കിലും എഴുതുക എന്നുള്ളതൊരു ശീലമാക്കി മാറ്റിയാൽ നന്നായിരിക്കും. പബ്ലിഷ് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് സോഷ്യൽ മീഡിയ പോലും ഷെയർ ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ ഒരു നിങ്ങൾ എഴുതുന്ന സാധനങ്ങൾ. കാരണം അത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്
തീരെ മോശമാണ് എഴുതിയിരിക്കുന്നത്. അന്നേരമല്ല, അതെ കുറച്ച് അതെ അതെ. കഴിഞ്ഞ് വായിക്കുമ്പോൾ ഇപ്പം അതൊരു രസവും കൂടെയാണത്. നമ്മളിപ്പോൾ ഇന്ന് ഞാൻ എഴുതിയത് ഞാനൊരു 6 മാസം കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ ഇത് പോരാ, ഇതിങ്ങനെയല്ലല്ലോ പോകുന്നത്. പക്ഷെ അതിനകത്തൊരു കൗതുകമുണ്ട്. നമ്മൾ എഴുതിയ ഒരു സാധനം അത്ര നന്നായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലൊരു കൗതുകമുണ്ട്. തീർച്ചയായും. ആ കൗതുകമാണ് പിന്നെ നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാൻ നമ്മളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വായനയും ആ രീതിയിലൊരു ആർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണല്ലോ. അതുപോലെ എഴുത്തിനകത്ത് ഈ പ്രാക്ടീസ് വളരെ ഓപ്പണായിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ സമകാലികരായിട്ടുള്ള എഴുത്തുകാരെ എഴുത്തുകാരൊരു മോഡലാക്കാതിരിക്കാൻ നോക്കുക. അതായിരിക്കും ഇതിനകത്ത് ഏറ്റവും സേഫായിട്ടുള്ള ഒരു സംഗതി എന്നുള്ളത്. സമകാലിക നമ്മുടെ അതേ പ്രായത്തിലുള്ള ആൾക്കാർ. ഇപ്പം ഞാനും നിങ്ങളും ഒരു പ്രായമാണെങ്കിൽ ഞാൻ എഴുതുമ്പോൾ നിങ്ങൾ എഴുതി വിജയിച്ചൊരു പുസ്തകം ആയിരിക്കരുത് എൻ്റെ മാതൃക എന്നുള്ളതാണ്. അവസാന ചോദ്യം, ഇനി മാഷ് സമീപകാലത്ത് വായിച്ച ഏത് ഭാഷയിൽ നിന്നാണെങ്കിലും പ്രിയപ്പെട്ട പുസ്തകങ്ങൾ ഏതെങ്കിലും വായനക്കാരുമായിട്ട് പങ്കുവെക്കാനാണെങ്കിൽ? ഞാൻ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ കുറേ പുസ്തകങ്ങൾ നമ്മളിങ്ങനെ വായിച്ച് പോകുന്നതുകൊണ്ട് അതിനിടയ്ക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു പുസ്തകം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകമുണ്ടല്ലോ, ഓൺ ദ കാൽക്കുലേഷൻ ഓഫ് ഫോളി എന്നുള്ളത്. മാഷ് ഒരു സമയം ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ഒന്നിൽ കൊണ്ട് ചിലത് നമ്മൾ വായിച്ചിടയ്ക്ക് നിർത്തും. അത് നിർത്തിയിട്ട് ചിലപ്പോൾ അടുത്തതിലേക്ക് പോകും. ചിലപ്പോൾ തിരിച്ചു വരും, ചിലപ്പോൾ തിരിച്ചു വരില്ല. അതാണ് അതിനകത്തൊരു ഒരു 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 പോരായ്മ എന്നുള്ളത്. എല്ലാ കാലവും ഇങ്ങനെ തന്നെ. ഇപ്പൊ ആ സമീപകാലത്തും അങ്ങനെ നമ്മൾ ചിലതിപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് എൻ്റെ പേഴ്സണലായിട്ട്, കാരണം നമുക്ക് കുറേ അധികം പുസ്തകങ്ങൾ കിട്ടുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിത് കിട്ടായ്മയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കിട്ടുന്നില്ല. അപ്പോൾ നമുക്കൊരു പുസ്തകം കിട്ടിയാൽ നമ്മളത് വായിച്ചൊക്കെ തീർന്നു കഴിയുമ്പോൾ നമ്മളിലേക്ക് അടുത്ത പുസ്തകം വരുള്ളൂ. ഇപ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത പുസ്തകം വരും. അപ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നുമ്പോൾ നമ്മൾ ജിജ്ഞാസ കൂടുമ്പോൾ ഇതിൻ്റെ വായന ചിലപ്പോൾ ഇതത്ര ഒരു മൂവിങ് അല്ല എന്ന് നമുക്ക് അന്നേരം തോന്നുവാണെങ്കിൽ ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് നമ്മൾ കയറുമ്പോൾ ചിലപ്പോൾ ഇതങ്ങ് വിട്ടുപോകും. പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളതിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പം അതൊരു കുറവാണ്. അത് കുറവാണെന്ന് വെച്ചാൽ ഒരു പ്രശ്നമാണ് ശരിക്കും. നമുക്ക് മറ്റേത് ഒരു പുസ്തകം കൃത്യമായിട്ട് നമുക്കൊരു പുസ്തകം തീരുമ്പോൾ അടുത്ത പുസ്തകം വരുന്ന ഒരു ക്രമം അതിനുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഞാനും ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകങ്ങൾ കിട്ടുമ്പോൾ അത് വരുന്ന മുറയ്ക്ക് അത് വച്ചിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കുറേ ക്രമത്തിൽ വായിച്ച് തീർക്കാൻ ശ്രമിക്കും. പക്ഷേ എപ്പോഴും അത് സാധിച്ചുകൊള്ളണമെന്നില്ല. ഞാൻ കുറച്ച് ഹിന്ദി കവിതകളൊക്കെ ഈ അടുത്ത കാലത്ത് വായിച്ച് എനിക്ക് ഇഷ്ടമായിരുന്നു. അലോക് ധൻവ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹിന്ദി കവി. അയാൾ വളരെ സീനിയറായ ആളാണ്. 80-85 വയസ്സ് പ്രായമുള്ള ആളാണ്. പക്ഷേ വളരെ കുറച്ച് പുസ്തകം ഇറക്കിയിട്ടുള്ളൂ. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ വളരെ പോപ്പുലറായിരുന്ന ആളാണ്. കുറച്ചൊരു ആക്ടിവിസമൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അലോക് ധൻവ. അയാളുടെ കവിതകളുടെ മുഴുവൻ കവിതകളിൽ നിന്നുള്ള ഒരു സെലക്ഷൻ ഈയിടെ ഇംഗ്ലീഷിൽ വന്നു. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടമായി ആ കവിതകൾ. ദീർഘനേരമായി എന്നാലേ അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. മാഷിൻ്റെ മുഴുവൻ സംസാരത്തിൽ വളരെ ഹൃദ്യമായിരുന്നു. ഒരുപാട് പുസ്തകങ്ങളിലൂടെ, എഴുത്തുകാരിലൂടെ, ഭാഷകളിലൂടെ എനിക്ക് കേട്ടിരുന്നപ്പോൾ തോന്നിയത് ഒരു മികച്ച പുസ്തകം വായിച്ചു കഴിയുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതി പോലെ അത്ര ഹൃദ്യമായിരുന്നു. അപ്പോൾ മാഷിന് പ്രത്യേകം നന്ദി.